അങ്ങനെ നീണ്ട 5 മാസങ്ങൾക്ക് ശേഷം ഞാനൊരു രുദ്രൂട്ടനും തിരിച്ച് അനിശേട്ടന്റെ വീട്ടിലേക്ക് പോവാണ്. അതിന്റെ വിഷമത്തിലാണ് വീട്ടിലെല്ലാവരും. വീട് പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിക്കുകയാണ്. വൈകുന്നേരത്തെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രുദ്രൂട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ തലേദിവസമാണ് ഞങ്ങൾ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തലേദിവസം ഞങ്ങൾക്ക് ഒന്നും ഒരുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ അവന്റെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള ഒരുക്കങ്ങളായിരുന്നു. ടൗണിൽ പോയി വന്നപ്പോൾ അനിയൻ കുറച്ച് പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറെ നാൾക്ക് ശേഷം വീട്ടിൽ വന്നതല്ലേന്ന് കരുതിയിട്ട് അതൊക്കെ പൊട്ടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പണി തുടങ്ങാനിരുന്നത്. മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഏപ്രിൽ 12-ാം തീയതിയാണ് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് യുദ്ധത്തിന്റെ പ്രശ്നം കാരണം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഫുഡൊന്നും ഞങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഡെക്കറേഷന് വരെ ഞാൻ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പക്ഷെ അന്നത്തെ ദിവസം തന്നെ നമ്മൾ ചെറിയൊരു രീതിയിൽ ഫാമിലീസിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് വീട്ടിൽ വെച്ച് തന്നെ ഒരു ചെറിയ ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇത് അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ. അവൻ വലുതായി കഴിഞ്ഞാൽ അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഓർക്കാനായിട്ട് ഒരു ഫോട്ടോ പോലും ഇല്ലെങ്കിൽ അത് അവന് വിഷമാവില്ലേ. അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടി തുടങ്ങി. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് ചെയ്തില്ലേ, ആ ഫോട്ടോ വെച്ചിട്ട് ഞാൻ കുറച്ച് താങ്ക്സ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നമുക്കിനി ചോക്ലേറ്റ്സ് ഒട്ടിച്ചെടുക്കണം. ഡെക്കറേഷനൊക്കെ ഞങ്ങൾ ചെയ്യാനിരിക്കുന്ന സമയം രാത്രി 11 മണിയാണ്. എന്തായാലും നാളെ രാവിലെ ഫംഗ്ഷന് മുമ്പ് ഇത് തീർക്കണം എന്നുള്ള ഒരൊറ്റ വാശിയിലാണ് ഞങ്ങൾ ഇരുന്നത്. നമ്മുടെ ഈ ഫംഗ്ഷന് ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് താങ്ക്സ് കാർഡാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. അവന്റെ 3 ഡിഫറെന്റ് ഫോട്ടോസ് വെച്ചിട്ട് 40 താങ്ക്സ് കാർഡ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത്ര ആൾക്കാരില്ലെങ്കിലും കുറച്ചധികം ചെയ്തു വെച്ചതാണ്. ബാക്കിയുള്ള ചോക്ലേറ്റ്സ് ഒട്ടിക്കുന്ന ഡ്യൂട്ടി തക്കട് ഏറ്റെടുത്തു. അപ്പൊ ഞാൻ ബലൂൺ വീർപ്പിക്കാനായിട്ട് പോയി. ഇത് കാണുന്ന പോലെയല്ല, ചെയ്തെടുക്കാനായിട്ട് നല്ല പണിയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ 2 ബർത്ത്ഡേ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് രണ്ടും ഫുള്ള് നമുക്ക് ആവശ്യം വന്നു. യൂട്യൂബിലാണെങ്കിൽ പ്രൊഡക്ട്സിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യോ ഈ റീൽ എനിക്ക് ഷെയർ ചെയ്യോ ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് രുദ്രൂട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ. അപ്പത്തുള്ള ഗൈസ്, ബൈ.